രാഹുൽ ഗാന്ധിക്കെതിരെ സ്പീക്കർ നടത്തിയ പരാമർശവും രാഹുലിന് സംസാരിക്കാൻ അവസരം നൽകാത്തതുമൊക്കെ കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ബൽറാം നെടുങ്ങാടി നമുക്ക് തരും. അപ്പോൾ നമ്മൾ ബൽറാമിലേക്ക് പോവുകയാണ്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് SKN വിജയകുമാർ, ഉന്മേഷ്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉച്ചയൂണിനായി സഭ പിരിയുന്നതിന് മുമ്പ് സ്പീക്കർ ഓം ബിർള നടത്തിയ പരാമർശമാണ് കോൺഗ്രസ് വലിയ തോതിൽ തന്നെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ച്, എന്നാൽ അദ്ദേഹത്തിന്റെ പേരുപയോഗിക്കാതെ മാതാപിതാക്കളെല്ലാം സഭാംഗങ്ങളായിരുന്നു എന്നത് സഭാ ചട്ടങ്ങൾ, സഭാ മര്യാദകൾ പാലിക്കാതിരിക്കാൻ കാരണമല്ല എന്നായിരുന്നു സ്പീക്കർ നടത്തിയ പരാമർശം. ഇത് അകാരണമായാണ് ഈ പരാമർശം നടത്തിയത് എന്നും രാഹുൽ ഗാന്ധി യാതൊരു പ്രശ്നവും സഭയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി തന്നെ ഈ ഇടവേളയിൽ സംസാരിച്ചത്. മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ മനഃപൂർവ്വം തനിക്ക് സംസാരിക്കാൻ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തോളമായി പലതവണ സഭയിൽ സംസാരിക്കാൻ അവസരം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു. സാധാരണ നിലയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം നൽകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സഭയിൽ അതുണ്ടായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്കും സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അത് ആവശ്യപ്പെട്ടു, അനുവദിച്ചില്ല. ഈ വിഷയം ശക്തമായ പ്രതിഷേധമായി ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇരു സഭകളിലും ഇത് ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം സുപ്രധാനമായ ബില്ലുകളും ഇന്ന് ലോക്സഭയിൽ വരുന്നുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സുപ്രധാനമായ ഒരു ബില്ലാണ്. രാജ്യത്ത് എത്തുകയും രാജ്യത്ത് നിന്ന് മടങ്ങുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്നതാണ് ഈ പുതിയ ബില്ല് എന്നുള്ളത്. ഒപ്പം തന്നെ ഈ സമ്മേളന കാലയളവിൽ മുഴുവൻ ഉയർന്നു വന്ന വിഷയങ്ങൾ, ജഡ്ജിയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്നും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. SKN വിജയകുമാർ, ഉന്മേഷ്.